കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യുവാൻ വീണ്ടും അനുമതി നിഷേധിച്ച സംസ്ഥാന സർക്കാർ. മുൻ ചെയർമാനും INTUC നേതാവുമായ R. ചന്ദ്രശേഖരൻ പ്രതിയായ കേസിലാണ് സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ചിരിക്കുന്നത്. CBIക്ക് സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ചത് നേരത്തെ ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. 45 ദിവസത്തിനുള്ളിൽ വീണ്ടും തീരുമാനമെടുക്കാനും ഹൈക്കോടതി നിർദ്ദേശിച്ചു. കശുവണ്ടി ഇറക്കുമതിയിൽ 500 കോടിയുടെ അഴിമതി ആരോപണം ഉയർന്ന സംഭവത്തിലാണ് 13 വർഷത്തെ ഇടപാടുകൾ CBI പരിശോധിച്ചത്. അഴിമതി കണ്ടെത്തി കുറ്റപത്രം നൽകുന്നതിന് മുന്നോടിയായിട്ടാണ് പ്രോസിക്യൂഷൻ അനുമതി തേടിയിരുന്നത്. കേസ് നാളെ ഹൈക്കോടതി പരിഗണിക്കും. 5 വർഷത്തോളം അന്വേഷിച്ച CBI കോടികളുടെ ക്രമക്കേട് കണ്ടെത്തിയിരുന്നു. തുടർന്ന് അന്തിമ റിപ്പോർട്ട് നൽകിയ ശേഷം പ്രോസിക്യൂഷനെ അനുമതി തേടിയെങ്കിലും വ്യവസായ വകുപ്പ് അപേക്ഷ തള്ളുകയായിരുന്നു. ഇത് റദ്ദാക്കിയ ഹൈക്കോടതി വിഷയം പുനഃപരിശോധിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ ആദ്യം സമർപ്പിച്ച റിപ്പോർട്ടിൽ നിന്ന് വ്യത്യസ്തമായി അഴിമതി നടത്തിയെന്നതിനെ പുതിയ തെളിവുകളൊന്നും ഹാജരാക്കാൻ CBIക്ക് സാധിച്ചിട്ടില്ലെന്ന് പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ സർക്കാർ വ്യക്തമാക്കി. കശുവണ്ടി വാങ്ങിയതുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങളിലെ പാളിച്ചകളും ഭരണപരമായ വീഴ്ചകളുമാണ് CBI പ്രധാനമായും പരാമർശിക്കുന്നത്. എന്നാൽ ഇതിനു പിന്നിൽ ഏതെങ്കിലും വിധത്തിൽ അനധികൃതമായി നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ചുവെന്നോ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തെന്നോ ദുരുദ്ദേശമുണ്ടെന്നോ ഉള്ള കണ്ടെത്തലുകളൊന്നും നടത്താൻ CBIക്ക് സാധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ പ്രോസിക്യൂഷനുള്ള അനുമതി നിഷേധിക്കുന്നു എന്നാണ് ഇന്ന് പുറപ്പെടുവിച്ച ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. ഇത് നാളെ കേസ് പരിഗണിക്കുമ്പോൾ കോടതിയുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കും.